2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാം, എന്നാന്ന് മറ്റേ ഇവനില്ലേ, എന്നാന്ന് ആ ചങ്ങായിൻ്റെ പേരെന്തടോ മറന്നുപോയി. ആ സാരിയൊക്കെ ചുറ്റി നടക്കുന്നില്ലേ, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി വന്നിട്ടപ്പാ ദുബായിൽ നിന്നങ്ങാറ്റം വന്നത് ആ കാസർഗോഡുകാരൻ തന്നെ. ആ താടിയെല്ലാം വെച്ചിട്ട് വണ്ടി ടിക്ടോക്ക് ചെയ്യുന്നില്ലടോ എന്നുള്ള പേര് മറന്നുപോയി ഓർമ്മിപ്പിച്ച ക്യാമറമാൻ ഒന്ന് ഓർമ്മിപ്പിച്ചത് ആരാന്ന്. ആ പേര് ഞാൻ മറന്നുപോയി. എന്നാ പറഞ്ഞിട്ടപ്പോൾ എന്തോ ഒരു ആശയുണ്ടല്ലോ. അതേപ്പോൾ മറ്റേ സാരി ഉടുത്തിട്ട് വന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ ഡാൻസൊക്കെ കളിക്കുന്നത്, എപ്പോഴും തെറി മാത്രം വിളിക്കുന്നത് ആ ജാസി ഇത് ഗർഭിണിയാന്ന് പറഞ്ഞിട്ടിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം. എന്നാ അറിയാം, അതായത് ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വെറുപ്പിച്ചിട്ടില്ലേ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കുവാടുന്ന്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല രീതിയിൽ എന്താ പറയുക ജനങ്ങളെടുക്കുന്ന ബഹുമാനം അർഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ. പക്ഷേ ഈ ജാസീനെ പോലെയുള്ള ചില ആൾക്കാരില്ലേ, അവരുടെ ബല വരെ കളയുന്ന ഞാൻ പറയുന്നത്. അതായത് എന്തൊക്കെയാ ഇവർ കാട്ടുന്നതെന്ന് ദൈവത്തിനറിയാമായിരുന്നു. എന്തൊക്കെയാ ഇവർ പ്രഹസനങ്ങൾ കാണിക്കുന്നത്. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പം തന്നെയില്ലേ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടാൻ കുറേ എണ്ണം. അതുപോലെ തന്നെ എൻ്റെ പൊന്നു മക്കൾ, ഇതൊന്നും നിങ്ങളെ മക്കളെയൊന്നും കാണിച്ചേക്കല്ലേ. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. അതായത് ഞാൻ ഗർഭിണിയാണോ, ഇങ്ങനെ വയറ് പൊത്തിയിട്ട് 4 ഫോട്ടോ, ഞാൻ ഗർഭിണിയാണോ വയറ് പൊത്തിയിട്ട് 4 ഫോട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയ്യോ എനിക്കത് കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ ആ ഒരു പിന്നെ മറ്റേ സ്വിച്ച് ഫോണില്ലേ അത് മതിയേനെന്ന് വിചാരിക്കലുണ്ട് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണുമ്പോൾ. ഉള്ള കാര്യം എന്താ പറയുന്നത്, എന്തൊരു വൃത്തികെട്ട പരിപാടിയാന്ന്. അതായത് എനിക്ക് തോന്നുന്നതെന്നറിയാം, ജോലി ചെയ്യാൻ കഴിയില്ല, അപ്പം ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് വേറെ ഒരു കഴിവുമില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ വല്ലതും കാണിച്ചു കൂട്ടിയിട്ട് ഇച്ചിരി ചില്ലറ ഉണ്ടാക്കാം. ഇത് തന്നെയാണ് ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതാണ് പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇതുപോലെ തെറികൾ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ആ തെറികൾ പിന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുക, ആ കണ്ടന്റ് പിടിച്ചിട്ട് ഇങ്ങനെ കയറുക. ഇത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഗർഭിണിയാവണോ ഞാൻ കേട്ടിട്ടില്ല കേട്ടാ. ഇനി നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊട്ട മനസ്സിന് തോന്നിയാണെന്ന് അറിയില്ല. പൊട്ട മനസ്സ് ഏടിങ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനി വിദേശത്തെങ്ങാട്ട് എടിങ്ങ് തപ്പി പിടിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ പറയും എന്താ നിങ്ങൾക്ക് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചുകൂടെയെന്ന്. ഗൂഗിൾ അമ്മച്ചിയോ നമുക്കറിയില്ല വയ്യായിരുന്നു. ഉള്ള കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ജാസി ഗർഭിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഗൂഗിൾ അടിച്ച് വെക്കാൻ പറ്റും നമുക്ക്, നിങ്ങളെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മളെ പൊട്ട ബുദ്ധിയിലാവില്ല. ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി ഗർഭിണിയാന്ന്, ജാസിക്ക് ഇതാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് ഒരു കമൻറ്റ് ചെയ്തത്, ജാസിക്ക് നാളെ കുറച്ച് അപ്പവും കൊണ്ടുപോകണം, എത്രാം മാസമാണ് പ്രസവിക്കുക, 12 വർഷം എടുക്കോ അല്ലെങ്കിൽ 12 മാസം എടുക്കോ. ഇതെന്നാൽ 12 വർഷം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ആന 12 വർഷത്തിലെ പോലും പ്രസവിക്കുമായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ അല്ല ഞാനിത് പറയുന്നത്. മോശമാണെങ്കിലും ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെയുള്ള പ്രഹസനം കാണുമ്പോഴും നിങ്ങൾക്ക് തന്നെ ദേഷ്യം തോന്നില്ലേ? സ്വന്തം മൊബൈൽ ആയതുകൊണ്ടല്ലേ നിങ്ങൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുടെയെങ്കിലും മൊബൈലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ച ഇതില്ല, അല്ലെങ്കിൽ മറ്റേ ആ സ്ത്രീ പറഞ്ഞ പോലെ ദിലീപിൻ്റെ സിനിമയുടെ വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് ക്യാൻസൽ ആകും. സുക്കബർഗിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ സുക്കബർഗ് പറയുന്നു. അപ്പോൾ പൊന്നുമക്കളെ നിങ്ങൾക്ക് തോന്നാറില്ലേ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ പറയാറുന്നേ, അത് നിങ്ങൾക്ക് തന്നെ സ്വന്തം മൊബൈലായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ എന്താ ദിലീപിൻ്റെ പടം വെച്ചപ്പോഴും ഞാൻ ഇടുന്ന് ഇറങ്ങിപ്പോകും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ആ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എൻ്റെ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ സുഖപ്രഭമായി പറയുമായിരുന്നു, നീ എറിഞ്ഞ് പൊട്ടിച്ചോടോ ഞാനെന്നാ വേണ്ടതെന്ന് ചോദിക്കും. അതാണിവിടെ. അതായത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനം നൽകുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ലവരായ ഒരുപാട് പേരെ പറയിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാടുടെ പേരിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർമാരെ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്ത് ജീവിക്കാം. പക്ഷേ എന്തിനിങ്ങനെ പ്രഹസനങ്ങൾ, അതായത് ഓരോരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എന്തിനിങ്ങനെ പ്രഹസനങ്ങൾ, ഇത് ആരെ കാണിക്കാനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇതുകൊണ്ട് ഇവർക്ക് എന്താന്ന് ഗുണേ ഉള്ളൂ. കാരണം എന്താ അറിയാം, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് കൊണ്ട് ഫേമസ് ആകണം, ഇല്ലെങ്കിൽ പോസിറ്റീവ് കൊണ്ട് ഫേമസ് ആകണം. ഇങ്ങനെയാണ് ജനങ്ങളുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് പലരും ഏതൊരു സിനിമയിൽ സലീം കുമാർ എന്ന് പറഞ്ഞ നാട്ടിൽ പറയും ഞാൻ വലിയ ജോലിക്കാരനാണ് നിന്ന സ്ഥലത്ത് എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ദിലീപ് ഇവനും അന്വേഷിച്ച് പോകുമ്പോൾ ഈ മറ്റേ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കലാന്ന്. അപ്പോഴാണ് ദിലീപിനെ കാണുന്നറിഞ്ഞ്. അപ്പോഴാന്ന് പറയുന്നത് ഇതിനാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുകൂടാന്ന്. മനസ്സിലായ? അതേപോലെയാണ് എല്ലാവരും ഇപ്പോഴും സാരി എടുത്തിട്ട് ഇപ്പോൾ ഏടെ നോക്കിക്കഴിഞ്ഞാൽ സാരിക്കാരെ ബഹളാന്ന് നടന്ന്. ഞാൻ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലൂടെ ഒരു കുപ്പി പണിക്കാന്ന് വിചാരിച്ച് പോയതാണേ. ആ കുപ്പി പണിക്കാന്ന് വിചാരിച്ച് പോയാൽ ഞാനവിടുന്ന് തിരിഞ്ഞ് ഓടേണ്ടി വന്നു. കാരണം എന്താ, 4-5 സാരിക്കാർ എന്നെ വളഞ്ഞാടുന്ന്.
എവിടെയാ പോന്നി ചേട്ടാ ഏടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മദ്യപിക്കാൻ പറ്റും ഒരാൾക്ക് ഇപ്പം പോകാൻ പേടിയാന്ന്. അത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരല്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല കേട്ടോ. ആ ഇതിനിടയ്ക്ക് ഞാൻ കണ്ടത് മറ്റേ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തുണ്ട് സാരിക്കാറ കേന്ദ്രമാണ് അവിടെ ഉള്ള കാര്യം. എന്താ പറയുന്നതിന് ഇതൊക്കെയെന്ന് പറഞ്ഞ് എന്ത് 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 ഇത് എനിക്ക് പണിയെടുക്കാൻ പഠിച്ചിട്ടാണേ. അല്ലാതെ ഇവരെല്ലാവരും ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. അതായത് ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ഇതാവുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ അങ്ങ് നിന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷം കെട്ടലുകൾ എല്ലാവരും കുറക്കുക. കുറച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. അതാണ് വേണ്ടത്. ഉള്ള തൊഴിലും എടുത്ത് നല്ല വീഡിയോസും ഇട്ട് ഇനിയിപ്പം നിങ്ങൾ ഒരുങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക അതൊരു കുഴപ്പമില്ല. പക്ഷേ ഗർഭിണിയാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. സ്ത്രീകളെ കൃത്യം പറഞ്ഞ അപമാനിക്കലാണ്. അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസി വരെ സ്വന്തം ഉമ്മാനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അപമാനിക്കലാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാലോ, ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. അതായത് കൂടെയുള്ളവനും അവൻ്റെ ഉമ്മ വന്നിട്ട് ആക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പം ഒന്നും നിർത്താൻ കഴിയില്ല. അത് പിന്നെ നമ്മൾ ഒരുപാട് ഓടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, പക്ഷേങ്കിൽ ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിക്കാതിരിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ തോന്നിയവാസം കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ നിങ്ങളെ ജനങ്ങൾ വെറുത്തുകൊണ്ടേയിരിക്കത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് പറയാം. അതായത് എനിക്ക് എവിടെയും ജോലി ചെയ്യാൻ കഴിയില്ല, പിന്നെ എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചിട്ടാണോ, അതും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് വീപ്പൊഴിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണും. ഈ ഗർഭിണി എന്നൊക്കെ പറഞ്ഞ വീഡിയോ 2 മില്യൺ ആൾക്കാരാണ് കണ്ടത്. കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ള പൊട്ടന്മാർ നമ്മളെ നാട്ടിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയാമെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ മായാമോഹിനിയിൽ നമ്മുടെ ദിലീപിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പൊന്നമ്മ ബാബു വരുന്ന പോലെയാണ്. ദിലീപ് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പൊന്നമ്മ ബാബു പിന്നെ മറ്റേ മുണ്ടങ്ങ മാറ്റിയപ്പോൾ ബോധം കെട്ട് വീണ പോലെയാണ് നടന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോരോ പ്രഹസനങ്ങളുമായിട്ട് വരും. എൻ്റെ പൊന്നു ചങ്ങായിയായിരുന്നു, ആണുങ്ങൾ ഗർഭിണിയാവുമോ? അതാണ് എനിക്കറിയേണ്ടത്. കഷ്ടം തന്നെ. എന്തൊരു മനുഷ്യന്മാരാന്നിടേ, എങ്ങനെ ജീവിച്ചു പോകാനാന്നിടേ, അതാണ് ആലോചിക്കുന്നത്. ഇവരിൽ അളവിൽ എങ്ങനെ ജീവിച്ചു പോകായിരുന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഇതും മാത്രമായിരുന്നു. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇതന്നെ. ഇനിയിപ്പോൾ ഈ ഗർഭക്കേസും കൊണ്ടൊരു മാസം പോകുമായിരുന്നു. ചക്ക തിന്നിട്ട് വയറ് വീർത്ത് കഴിഞ്ഞാലും ഗർഭിണി എന്ന് പറയൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗർഭക്കേസിനാണെങ്കിൽ ഇവിടെ ഭയങ്കര പ്രേക്ഷകരാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നാളെ ആരാ ഗർഭിണിയായിട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ കുറേ എണ്ണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കല്യാണം ഇത് പറഞ്ഞിട്ട് കുറേ എണ്ണം. അതായത് മക്കളെ കല്യാണം നടത്താൻ പൈസയില്ല. അതുകൊണ്ട് എന്താ പിള്ളേരോട് പറയാം ഒളിച്ചോടിക്കോ. അങ്ങനെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഇവർ ഇതും പറഞ്ഞിട്ട് ഒരു 25 വീഡിയോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇടും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നാവുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ആരാ പൊട്ടന്മാരാകുന്നത്? നമ്മൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റേ ഫോൺ തന്നെ മതിയായിരുന്നു. ആ ഞെക്കുന്ന ഫോൺ ഇങ്ങനെയുള്ള കുണ്ടാവണ്ടികളൊന്നും കാണണ്ടായിരുന്നു. പക്ഷേ എങ്കിലായിരുന്നു അതാണെങ്കിൽ എന്ത് സുഖം നടന്ന്. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ വില മനസ്സിലാകുന്നത്. ആ പഴയ ഞെക്കുന്ന ഫോണില്ലേ, ഇതായതുകൊണ്ടല്ലേ ഇതെല്ലാം നമ്മളെ തന്നെ കയറി വരുന്നതായിരുന്നു. കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കയറി വന്നുകൊണ്ടേ. എത്ര നമ്മൾ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ഇതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഭയങ്കര അവസ്ഥാന്തരം തന്നെ മലയാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നോക്കിയായിരുന്നു വേറെ ഏതെങ്കിലും പിന്നെ എന്താ പറയുക തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ ഉണ്ടോ നോക്കി, ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെ ജീവിക്കാനാന്ന്. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ കാണാണ്ടിരിക്കണ്ട. നിങ്ങൾ കണ്ടോ. ബൈ.